കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഷെഫ് സുരേഷ് പിള്ള സാറിൻ്റെ ഫിഷ് നിർവാണം ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പം ഇന്ന് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു കറുത്ത ആവൂലിയാണ് എടുത്തിരിക്കണേ. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കഴുകി വരക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനുള്ള മസാലയാണ് 2 ടീസ്പൂൺ കുന്നനെ തന്നെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനുമൽക്ക് തേച്ച് കൊടുക്കാം. മീനിൽ തേക്കുമ്പോൾ വെറുതെ പുറത്ത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലും തേച്ച് കൊടുക്കുക. മസാല അതിൻ്റെ ഉള്ളിൽ കട്ടയായിട്ടിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഈ വരയുടെ ഉള്ളിലും, കാരണം വലിയ മീനല്ലേ, അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല തേച്ച് കൊടുത്താലേ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പം നമ്മൾ ആവോലിക്കുട്ടൻ ഇവിടെ ഫ്രൈ ആവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് ആവോലി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മീൻ വറക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, ആദ്യം ഒന്ന് 1 മിനിറ്റ് തീ കൂട്ടി വയ്ക്കും, എന്നിട്ട് തീ കുറച്ചിടും. അപ്പോൾ തീ കുറച്ചിടുമ്പോൾ നന്നായി ഉള്ളിലൊക്കെ വെന്ത് പുറത്ത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. പിന്നെ മറിച്ചിടുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒന്ന് കുറച്ച് നേരം 1 മിനിറ്റോളം തീ കൂട്ടിയിട്ടിട്ട് പിന്നെ തീ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഒന്ന് ചെരിച്ചൊക്കെ പിടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മീൻ ഇപ്പോൾ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു മൺചട്ടിക്ക് ഒരു വാഴല ഒരു പാത്രം പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പൊട്ടാണ്ട് സൂക്ഷിച്ചോളൂ കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച മീനില്ലേ അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ 1 നാളികേരത്തിൻ്റെ പാലാണ് ഈ ഒഴിച്ചു കൊടുക്കണത്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മളെ ഇഞ്ചി, അത് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഒരു 3 പച്ചമുളക്, അതും നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു പച്ചമാങ്ങയുടെ പകുതിയാണ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ നാളികേരപ്പാല് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മീൻ വറുത്തപ്പല്ലേ ഉപ്പ് ചേർത്തുള്ളൂ. ഇനി ആയ ഗ്രേവിയൊക്കെ ഒന്ന് മീനിൻ്റെ മുകളിലേക്ക് പതുക്കനെ മീൻ ഉടയാണ്ട് കോരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചും കൂടി ഒന്നൊരു ടേസ്റ്റ് നൽകും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കണ്ടേ ഇതെങ്ങനെയുണ്ട് സംഭവം എന്ന്. സുരേഷേട്ടൻ്റെ റെസിപ്പി അല്ലേ, റെസിപ്പി ഫ്ലോപ്പ് ആവാൻ വഴിയില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം അതിൽ നിന്ന് കുറച്ച് ചാറും മീൻ്റെ കഴമ്പും ഒക്കെ ഞാൻ കിള്ളിയെടുത്തിട്ടുണ്ട്. ഈ അപ്പവും കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സൂപ്പർ കേട്ടാ. നാളികേരപ്പാലൊക്കെ കുറുകി നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറി. പിന്നെ ആ ഇഞ്ചിയുടെ ഫ്ലേവറും പച്ചമാങ്ങയുടെ ചെറിയ പുളിയൊക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ.